എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃകത്തിലേക്ക് സ്വാഗതം. ധനികരി സരി ഗമ 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 ഗരി സ താങ്കടത്ത് താത്തിരിക്കടത്ത് താങ്കടത്ത് താത്തിരിക്കടത്ത് ജെന്നു ജെന്നു തക്ക് ജെന്നു ബിത്ത് ജെന്നു തക്ക് തക്ക് ദിമ്മി ദിമ്മി തക്ക് ജെന്നു തക്ക് തക്ക് ദിമ്മി ദിമ്മി തക്ക് ജെന്നു തക്ക് തക്ക് ജെന്നു തക്ക് ജെന്നു തക്കിട്ട 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 തക്ക് ജെന്നു കിടക്ക് തരികിടതും കിടക്ക് തരികിടതും കിടക്ക് തരികിടതും ഗമഗരി സ സ സ സ സ സ നി സ ദ സ നി സ ദ സ നി സ ദ സ നി ദ മ ഗ ഗ മ ഗ നി സ നി ദ മ ഗ മ ഗ മ ഗ മ ഗരി സരി ഗ സരി ഗ സരി ഗ സരി ഗ മ ഗ മ ഗ സ നി ദ മ നി ദ മ ഗ ഗ മ ഗരി മ ഗരി സ തികച്ചും പ്രാചീനവും എന്നാൽ പൗരാണികവുമായ ചവിട്ടുനാടകം എന്ന കലാരൂപമാണ് ഇത്തവണ ഷാലോം TV നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. തമിഴ് സാഹിത്യ പാരമ്പര്യമുള്ള ഈ കലാരൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നതാകട്ടെ ജോസഫ് അച്ഛനും. കാരണം അതിന് അച്ഛനേക്കാൾ യോഗ്യനായ മറ്റൊരാൾ നമുക്കിടയിൽ ഇല്ല തന്നെ. ക്രിസ്തീയ പൗരാണിക കലാപൈതൃകങ്ങളെ രണ്ടായി തിരിക്കുക. കളികളായിട്ടുള്ളതും അതുപോലെ തന്നെ നാടകമായിട്ടുള്ളതും. കളികളായിട്ടുള്ളതിൽ മാർഗംകളി, പരിചമുട്ടുകളി, വാളാട്ട പരിചവിച്ച കളി, പിന്നെ പാട്ടുരൂപങ്ങളുണ്ട്. അണ്ണായിപ്പാട്ടുകൾ, പിച്ചപ്പാട്ടുകൾ, അതുപോലെ തന്നെ അമ്മാനപ്പാട്ടുകൾ. അതുപോലെ തന്നെ അതിനേക്കാൾ വ്യത്യസ്തമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകം എന്ന് പറയുന്നത് ഒരു തിയേറ്ററാണ്, ഒരു നാടകരൂപമാണ്. പക്ഷേ പൗരാണിക കേരള നാടകരൂപത്തിന് CJ തോമസൊക്കെ പറയുന്നത് കേരള നാടക രൂപത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ എലിസബത്തൻ തിയേറ്ററുമായിട്ടൊരു ബന്ധമുണ്ട്. ആ നാടക സങ്കല്പങ്ങൾ, രംഗ സങ്കല്പങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചവിട്ടുനാടകത്തിലൂടെയാണ്. അപ്പോൾ പിന്നെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാര്യം ഇവിടെ നമുക്ക് എല്ലാ ഇപ്പോൾ കഥകളി ഉൾപ്പെടെയുള്ള ആദ്യകാല അങ്ങളിൽ കുടിയാട്ടത്തിനായാലും ശരി അടിമുണ്ടും മേൽമുണ്ടും ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ചവിട്ടുനാടകത്തിലൂടെയാണ്. കാര്യം സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചത് യൂറോപ്യൻസ് ആയതുകൊണ്ടും അവരുടെ കലാരൂപങ്ങളായിട്ട് ഇതിന് ബന്ധമുണ്ട്. കാര്യം ചവിട്ടുനാടകത്തിന് പ്രത്യേകിച്ച് യൂറോപ്യൻ കലാരൂപങ്ങളെന്ന് പറയുമ്പോൾ ഓപ്പറയുമായിട്ടുള്ള ബന്ധമാണുള്ളത്. പിന്നെ ബാലറ്റുമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ദ്രാവിഡ നൃത്തരൂപങ്ങൾ, ദ്രാവിഡ പാട്ടുരൂപങ്ങൾ ഒക്കെ എല്ലാം ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പല പണ്ഡിതന്മാരും പല അഭിപ്രായം ഉണ്ടെങ്കിലും ചില പറയും തമിഴകത്ത് നിന്ന് ഇവിടെ നിന്ന് പറിച്ചു നട്ടതാണെന്ന്. അത് ഫാൾസാണ്. രണ്ടാമത് പിന്നെ ഉള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് മലയാളം തമിഴായിരുന്നു എന്നുള്ളതാണ്. അതായത് പക്ഷേ സത്യാവസ്ഥ എന്ന് പറയുന്നത് ദ്രാവിഡ മലയാളമാണ്. അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആര്യ മലയാളമാണ്. ബൈബിൾ നാടകങ്ങളിലെ ആദ്യ നാടകങ്ങൾ വരണ യാക്കോബും മക്കളുമാണ് വരണം. അപ്പോൾ പിന്നെ യാക്കോബും മക്കളും, ഇസ്താക്ക് ചരിതം, ഇതിലെ ബൈബിൾ നാടകങ്ങളാണ്. പിന്നെ മുന്നോട്ട് വരുമ്പോഴാണ് ദാവീദിനെക്കുറിച്ച് 3 നാടകങ്ങൾ ചവിട്ടുനാടകത്തിലുണ്ട്. ഒന്ന് ദാവീദ് വിജയം, പിന്നെ ദാവീദും ഗോലിയാത്തും. നമ്മൾ ഇന്നിവിടെ കൃപാസനം പൗരാണിക രംഗകലാപീഠം മുണ്ടമ്പേലി സെൻറ്റ് ജേക്കബ് യൂണിറ്റ് അവതരിപ്പിക്കുന്നത് ദൈവദാസനായ ദാവീദ. അപ്പോൾ ദൈവദാസനായ ദാവീദിൻ്റെ ഉണ്ടാകുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഏറെക്കുറെ സമ്പൂർണ്ണ ജീവചരിത്രം ബൈബിൾ അവതരിപ്പിക്കുന്നതിന് സമാന്തരമായൊരു സാഹിത്യരൂപമായിട്ട് അവതരിപ്പിക്കുന്നത്. ദാവീദും ഗോലിയാത്തിലും ഗോലിയാത്തിൻ്റെ ആ മല്ല യുദ്ധത്തിനാണ് പ്രാധാന്യം വരുന്നത്. പിന്നെ ദാവീദ് വിജയത്തിനും ഏറെക്കുറെ ദാവീദും ഗോലിയാത്തിൻ്റെ തന്നെ മറ്റൊരു യുദ്ധവിജയമാണ് ദാവീദ് വിജയത്തിൽ വരുന്നത്. ഇത് പക്ഷേ ചവിട്ടുനാടകത്തിൽ ബൈബിൾ നാടകങ്ങളിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രമേയം ഈ ദാവീദിൻ്റെ ജീവചരിത്രമാണ്.
ചവിട്ടുനാടക ചരിത്രത്തിലെ ക്ലാസിക്കൽ കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവദാസനായ ദാവീദ് എന്ന ചവിട്ടുനാടകത്തിൻ്റെ 1-ാം അംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 1-ാം അംഗത്തിൽ 2 രംഗങ്ങളുണ്ട്. 1-ാമത്തെ രംഗത്തിലാണ് ദാവീദ് രാജാവിൻ്റെ ദർബാർ. സാധാരണഗതി ചവിട്ടുനാടകം തുടങ്ങണ തന്നെ രാജാവിൻ്റെ ദർബാറും പിന്നെ പുകഴ്ചത്തരുവെന്ന് പറയും. രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് അംഗങ്ങൾ ചുവട് വെച്ച് പാടുന്ന പാട്ടുകൾക്കാണ് പുകഴ്ചത്തരുവെന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ മന്ത്രി പ്രവേശിക്കും. മന്ത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് നാട്ടു വളർമയെന്ന് പറയും. അതായത് നാട്ടിൽ നടക്കുന്ന നാടിൻ്റെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ജനങ്ങളുടെ ക്ഷേമം രാജാവിനെ അറിയിക്കുന്നതാണ് നാട്ടുവളർമയിലൂടെ മന്ത്രി ചെയ്യണതും. അതിനകത്തൊരു പുകഴ്ചത്തരുവുണ്ട്. അതായത് രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്ന അർത്ഥത്തിൽ രാജാവിൻ്റെ മഹിമ പ്രതാപങ്ങൾ വർണ്ണിക്കുന്നതാണ് പുകഴ്ചത്തരു എന്ന് പറയുന്നത്. അതോടുകൂടി മന്ത്രി ഒരു കാര്യം കൂടി ദാവീദിനെ അറിയിക്കും. അതായത് ഈ 1-ാം രംഗത്തിൽ 1-ാം അംഗത്തിൻ്റെ 1-ാം രംഗത്തിൽ അതറിയിക്കുന്ന ഇതാണ്: അടുത്ത അയൽ രാജ്യമായ അമ്മോന്യ രാജ്യത്തിൽ രാജാവ് തീപ്പെട്ടുപോയി, അതായത് മൃതിയടഞ്ഞു. ആ ഒരു സങ്കടകാര്യം ഈ നാട്ടുവളർമ്മയുടെ കൂട്ടത്തിൽ മന്ത്രി രാജാവിനെ അറിയിക്കും. രാജാവ് ഉടനെ അതീവ ദുഃഖിതനായിട്ട് സാധാരണ രാജനീതി രീതി അനുസരിച്ചുകൊണ്ട് അപ്പം തന്നെ ഒരു കടിതം എഴുതും. കടിതം എന്ന് പറയണത് ഈ ചവിട്ടുനാടക ഭാഷയിലെ ദൂതിനാണ് കടിതം എന്ന് പറയണത്. അപ്പം കടിതം എഴുതിയിട്ട് അപ്പം തന്നെ ഏറ്റവും വിശിഷ്ടരായ ഭൃത്യന്മാരെ വഴി ദാവീദ് ഈ തങ്ങളുടെ ദുഃഖം, ഇസ്രയേലിൻ്റെ ദുഃഖം, അമ്മോന്യ രാജാവ് മൃതിയടഞ്ഞതിലുള്ള കാലവിയോഗത്തിലുള്ള ദുഃഖം ആ രാജ്യം അറിയിക്കുന്നതിന് വേണ്ടി വിശിഷ്ടരായ ഭൃത്യന്മാർ രാജപ്രതിനിധികളൊക്കെ ഈ കടിതം കൊടുത്തുവിടും. ആ കൊടുത്തുവിടുന്നതോടുകൂടി 1-ാം അംഗത്തിൻ്റെ 1-ാം രംഗം സമാപിക്കും. 1-ാം അംഗത്തിൻ്റെ 2-ാം രംഗമാണ് അമ്മോന്യ രാജാവിൻ്റെ ദർബാർ. അവിടെ ഇതുപോലെ ആദ്യ രംഗം പോലെ തന്നെ പുകഴ്ചത്തരുവുണ്ട്, നാട്ടുവളർമയുണ്ട്. അപ്പോൾ നാട്ടുവളർമയ്ക്ക് മന്ത്രി പ്രവേശിക്കുന്നു. അമ്മോന്യ രാജാവിൻ്റെ തീപ്പെട്ടുപോയ മൃതിയടഞ്ഞ രാജാവിൻ്റെ കിരീടാവകാശിയായ ഹന്നാനാണ് ഇവിടെ രാജാവ്. ഹന്നാൻ രാജാവിൻ്റെ മന്ത്രിയാണ് പ്രവേശിച്ചിട്ട് രാജ്യക്ഷേമ കാര്യങ്ങളെ രാജാവിനോട് തെரியപ്പെടുത്തുന്നതാണ് ഈ 1-ാം അംഗത്തിൻ്റെ 2-ാം രംഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ അത് പറയുന്ന സമയത്താണ് ദാവീദ് രാജാവിൻ്റെ ഇസ്രയേൽ രാജ്യത്ത് നിന്ന് ദൂതുമായി, അതായത് അവരുടെ കണ്ടോലൻസ്, അതായത് രാജാവ് മരിച്ചതിലുള്ള ഇസ്രയേലിൻ്റെ ദുഃഖം അറിയിക്കുന്നതിന് വേണ്ടി ദൂതന്മാർ കടന്നു വരുന്നതോടുകൂടിയാണ് ഈ രംഗം സമാപിക്കുന്നത്. അതിൽ അധരവായി അഖിലമെല്ലാം പടൈത്ത അതിപരൻ ആയിടും അമ്പരനേ അധരവായി ഉന്ദാസൻ എന്മേലൈ ആദരവായി തൃക്കൻ பார்த்திறங்கி என்னை அகமகிழ்ந்தே உன் தாசன் கேணிடுந்தோ அன்போட என்னை காத்திடுவாய் என் நம்பரனே.
திரபதியா துரைபாதி பெருகிய இஸ்ரேல் வன்னுகர் நீதியுடன் காத்திடும் ஜகபதி பேர் பெருகிய வளர் கொல்லு தன்னில்லை புகழ் பெறும் தாவீதரசன் பஞ்சவர்ண രത്ന ക്രീഡം തങ്കനാവ രക്തചം துரைபாதியாம் என் காரமில் திறப்பதாக அணிந்தேனா ஆதியில் பரநேழையமங்களை நினைந்திடும் விதம் அம்பரன் என்னை மன்னவனாய் வாழ்த்தினதாலே துதி செய்யும் தாவீதரசனன் അനുദിനമെനത് മുന്നിൽ തൊൽപ്പടി പോൽ സേവ ചെയ്യും ദിരതൈ കൂറ്റ നല്ല സേവകനൊരുവൻ കേളായി അൻപുചരനത് മന്ത്രി അകിതോഫൽ തന്നെ നീയോ നൊടിയുടനിങ്കു ചേരാൻ ചൊല്ലിയേ വരൂ ഇപ്പോ ചെങ്കതിരിണை போல் ചേർമയോടൊത്താൻ புகழ் பெறும் இஸ்ரவேல் நகர் தன்னை பறிக்கும் துங்கவன் தாவீதின் திருமணம் மகிழா அஹீதோபேல் மந்திரி அஹீதோபேல் மந்திரி இந்த மீதில் அரசகர் மகிமைகள் பெற்றிடும் புகழ் பெறும் தாட்டிகனாயிடும் மந்திரி கொற்றவனோதின கட்டளை படிப்போ நகர் பறித்திடும் பதிமந்திரி சந்திரனோளி மூடி சீரமில் இலங்கவே மரதக மாலைகள் துலங்கவே நல்ல
நீணை வர்ண கவசமே கூலுங்கா இசைந்த பொன்னாட இசைந்த பொன் இன்னும் எதிரிட வரும் அவர் சிரமதை அறிந்திட பெருகிய கரவால் கரம் துலங்கிட மறுதிசை மறுமன் எதிரிட வந்தால் அவர் சிரமறிந்திடும் மந்திரியாரே வணக்கம். மன்னன் கட்டளை அரண்மனைக்கு வர வேண்டும். மன்னன் கட்டளையா? வாருங்கள் போகலாம். மன்னா, என்னை எதற்காக அழைப்பித்தேன்? விவரங்கள் சொன்னாலும். மந்திரியா முனதூடாயா மன்னவனாம் எனதே செய்தியறியா நொடியுடன் இங்கு வந்தா மந்திரி கேளுவாயே. நமதுடைய ஊரோர்களுக்கு அனுதினம் வேண்டுமானா தானியமாதை நன்றாதாகவே இன்னும் விளைந்து வருவதுண்டோ? നിത്യം വേണ്ടുമദാന ദാനീയമാനതെല്ലാം വേണ്ടും വിധവും ഒരു കുറയണുകാമൽ അനുദിനം വിളൈവതുണ്ടേ. ആയതിനാലേ ഊരോർ എല്ലോരും ൂറ്റവരായി അനുദിനവും മൈത്രിമാരാകെ ഇന്നും നലമതി വാഴ மன்னா, நான் மறைந்து விட்டோம். முக்கியமான விஷயம் உன் இருப்பார்கள். மந்திரியாரே எந்த இருந்தாலும் என்னிடமே சொல் மந்திரியாரே. முன்னமே நாங்கள் உதவி செய்தார், நாங்களை காப்பாற்றினார். அந்த அமோன்யமுராஜன் இறைந்து விட்டோம் சுவாமி. அப்படியா? என்றும் நல்ல மனிதராகத்தான் வாழ்ந்தோம். ஆதலால் நான் தெரிந்ததாலே என் துக்கத்தை தெரிவிக்க ஒரு சந்தேசம். உன் இஷ்டப்படி போடுங்கள். இப்பொழுது போடுங்கள்.
എന്നാ ഇതോ ஏய் வீரர்களே, நீங்கள் 2 பேர்களும் அந்த அமோனியில் சென்று அமோனிராஜனிடம் இந்த கடிதத்தை ஒப்படைத்து சீக்கிரம் திரும்பி வாருங்கள். பார்ப்புகள் விந்த அம்மோன்யம் நகர்தனை பறித்திடும் தூரத் பலிக்கின்றாய் நல்ல இந்நகரில் வாழும் வந்து அடிர் மலர் போற்றிடும் பாதியில் வாழும் மன்னவர் யாவரும் என்ன திட்டம் வந்து அடிர் மலர் போற்றிடும் துங்கர் அதிசோபன பாலன் புகழ் வருவனும் சொருவிகனா ஏழையன் வாழ்வதாயே இடர்கள் ஒன்றும் வந்திடாமல் காப்பதற்கு உன் அன்பு வைத்து காத்திடுவான் திரைபதியாகின்ற இருகரங்கள் கூப்பி தொழுதிடுங்க நீ சென்று நமது மந்திரி அதே சார் சீக்கிரம் போய் கூட்டு வாருங்க. നമ്മൾ ഇരുപെരുമുണ്ടായി അമോന്യ നഗരിത്തേരാ അന്നവനായിട്ടും അനോൻ തുരായിട്ടും സന്ദേശം കൊടുത്തില്ല. ചന്ദിര പിര കാശങ്ങൾ വീശിടും ഉപാധിയ അനോൻ രാജൻ
മந்திരി ഞാൻ സഭை തന്നിൽ ആദി അമ്പരൻ എന്നാലും കാത്തിടുക പരനാരുളை തന്നിടുക തായോട്ട ഇന്നകക്കാർത്തിയോ മന്ദിരി வணக்கம் மன்னன் கட்டளை அரண்மனைக்கு சேர வேண்டும். மன்னன் கட்டளை நான் இது வந்து விட்டேன். ദൈവദാസനായ ദാവീദിന്റെ അപദാനങ്ങളുമായി അടുത്ത ആഴ്ച കാണുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.